നിങ്ങളാ പറഞ്ഞത് പരാതിയില്ലെന്നും അന്ന് സംഭവിച്ചത് അപകടമാണെന്നും. നിങ്ങൾ എഴുതി കൊടുത്ത ആ രേഖയും സ്റ്റേഷനിലുണ്ട്. അന്ന് പരാതിയില്ലെന്ന് പറഞ്ഞതേ ഇങ്ങനെ പകരം വീട്ടാൻ ഉദ്ദേശിച്ചിട്ടാണെങ്കിലേ അരുന്ധതി മാഡം, അത് നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. ചന്ദ്രോത്തിലെ ആരുടെയെങ്കിലും നേർക്ക് നിങ്ങളുടെയോ മകന്റെയോ ഭീഷണി ഉയരുമ്പോ നിങ്ങളെ തോൽപ്പിക്കാൻ അവിടെ ഞാൻ എത്തിയിരിക്കും. ആ രാധാമണിയെ പൂട്ടിയതറിയാലോ. അന്ന് നിങ്ങളെ വെറുതെ വിട്ടതേ എന്റെ ദയവായിരുന്നു. ഇപ്പോ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരിക. പക്ഷെ അറിയാലോ, ഒന്നിൽ പിഴച്ച 3. ഇനി ആവർത്തിച്ച നിങ്ങളുടെ അവസാനമാ. നീ വല്ലാതങ്ങ് വളർന്നു. ഇത്രയും സംസാരിക്കാൻ സാധിക്കുന്ന സന്തോഷമുള്ള കാര്യ. MLA ആയതും ആക്കിയതും ആരായാലും അസലായി. പ്രഭാവതിയുടെ മരുമകൾ കലക്കി. പരിഹാസമാണെങ്കിലേ ഈ പുകഴ്ത്തൽ ഞാനിങ്ങ് സ്വീകരിക്കുക. താങ്ക്സ്. പിന്നെ ഋഷിയോട് അമ്മ അന്ന് പ്രതികരിക്കാതിരുന്നതേ ഭയന്നിട്ടൊന്നുമല്ല, സമാധാനമുള്ളൊരു ജീവിതം ആഗ്രഹിച്ചിട്ടാ. പക്ഷേ ആ സമാധാനം ഇല്ലാതാക്കാൻ ആരെങ്കിലും ഒരുങ്ങി പുറപ്പെട്ട അവരുടെ അവസാനമാ. അത് ഋഷിയാണെങ്കിലും ശരി, ഋഷിയുടെ അമ്മ ശ്രീമതി അരുന്ധതി ആണെങ്കിലും ശരി. ഇതൊരു ദുഷ്ടജന്മോ. സ്നേഹം കൊണ്ട് പറയാ, ഇവരുമായിട്ട് എത്രയും അകലം പാലിക്കാമോ അത്രയും നിങ്ങളുടെ ജീവിതം സേഫ് ആവും. നിങ്ങളോട് എന്തെങ്കിലും ദേഷ്യം വന്നാലേ ഇവർ കാറടിച്ചു കൊല്ലും. മകൻ സ്നേഹിച്ച ദേവിക എന്ന പെണ്ണിനെ നിങ്ങൾ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചു. അവളെ ജോലിക്കാരിയാക്കി മകന്റെ കൂട്ടുകാരന്റെ ഭാര്യയാക്കി കൊടുക്കാൻ കല്യാണം വരെ നടത്താൻ ശ്രമിച്ചില്ലേ? നിങ്ങളുടെ രാക്ഷസ മനസ്സുകൊണ്ടല്ലേ ഇവരുടെ മകൾ മീര കൊല്ലപ്പെട്ടത്. വലിയ ചന്ദ്രോത്തുകാര്. എന്റെ അമ്മയുടെ കമ്പനിയില് മോനും മരുമകളും ജോലി ചെയ്തു. അങ്ങനെയാ ചന്ദ്രോത്ത് അടുപ്പ് പുകഞ്ഞത്. ഈ കാണുന്ന തടിയില്ലേ ഞങ്ങളുടെ ചോറിന്റെ മെച്ചവാ. അമ്മേ, എന്താ എവിടെ നിൽക്കുന്നേ? അമ്മയുടെ വിഷമം ഇതുവരെ മാറിയിട്ടില്ലല്ലേ? വിഷമോ? എന്ത് വിഷമം? അരുന്ധതിയുടെ മകൻ ആ ഋഷിയമ്മയെ ആക്ഷേപിച്ചെന്റെ വിഷമം. അതാണോ? അതൊക്കെ ഞാൻ എന്നേ മറന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എത്രയോ ദിവസമായി. അതെല്ലാം മനസ്സിന്ന് പോയി. മനസ്സിന്ന് പോയെന്നോ? ഇല്ല, അമ്മയുടെ മുഖത്ത് ആ വിഷമം ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. ഞാനമ്മ ശ്രദ്ധിക്കായിരുന്നു. 2-3 ദിവസമായി അമ്മയുടെ മുഖം ആകെ വിങ്ങിപ്പൊട്ടി നിൽക്കുക. അമ്മയ്ക്ക് ചിരിയും സന്തോഷവും ഒന്നുമില്ല. പലപ്പോഴും എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടിയുമില്ല. അമ്മേ, വിഷമമൊന്നുമില്ല എന്ന് അമ്മ അഭിനയിക്കുകയല്ലേ? പക്ഷേ അമ്മ ഉള്ളിൽ കരയല്ലേ? എനിക്കറിയാം. ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഞങ്ങളെ സമാധാനിപ്പിച്ച് നിർത്തുകയായിരുന്നു. പക്ഷെ അമ്മയുടെ മനസ്സിൽ ഒരു സമാധാനമില്ലാതെ ആകെ വെപ്രാളപ്പെടുകയാ. ഋഷിയും കൂട്ടുകാരും ആ അമ്പലത്തിന്റെ അവിടെ വെച്ചുണ്ടാക്കിയ അപമാനം അടുത്തൊന്നും അമ്മയുടെ മനസ്സിൽ നിന്ന് പോവില്ല. അമ്മയ്ക്ക് ഒന്ന് പൊട്ടിക്കറിഞ്ഞ കൊള്ളുന്നുണ്ട് അല്ലേ? പക്ഷെ അതിന് പറ്റുന്നില്ല. അമ്മേ,
കരയാതിരിക്കുക. ഞാനമ്മ വിഷമിപ്പിച്ചല്ല. സോറി. നീ പറഞ്ഞ നേരം മോനെ. ഒന്ന് കരയാൻ പോലും കഴിയാതെ പൊട്ടി നിൽക്കായിരുന്നു ഞാൻ. ഇപ്പൊ ഒക്കെ ശാന്തമായി. എല്ലാം കഴിഞ്ഞു. ഇല്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. എല്ലാം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. മോനെ നന്ദ, ആ വിവേകം ഒന്നും കാണിക്കരുത് നീ. ഈ കണ്ണീര് എനിക്ക് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ലമ്മേ. നീ എന്താ പറയുന്നേ? നീ എന്ത് ചെയ്യാൻ പോവാ? നോക്ക്, ഈ കരച്ചിൽ ഇവിടെ അങ്ങ് തീർന്നു. ഒന്നുമില്ല, ഒരു വിഷമവും ഇല്ല എനിക്കിപ്പോ. ഇനി നീ എന്നെ സങ്കടപ്പെടുത്തരുത്. ഋഷിയും അരുന്ധതിയും ഒക്കെ വിട്ടേക്ക്. ഒക്കെ ഞാൻ സഹിച്ചോളാം. പ്ലീസ് മോനെ, ബഹളത്തിനൊന്നും നീ പോകരുത്. ഇല്ലമ്മേ, അമ്മ പേടിക്കണ്ട. സത്യമാണല്ലോ അല്ലേ? അതെ. മോനെ നോക്ക്, നിനക്ക് എന്നോടുള്ള സ്നേഹം എനിക്ക് നന്നായിട്ട് അറിയാം. ആ സ്നേഹം ഉള്ളിലുണ്ടായാ മതി. അതിലപ്പുറം ഒന്നും ചെയ്യരുത്. എടുത്ത് ചട്ടം കാണിക്കരുത്. ഇല്ലമ്മേ, അമ്മ വിഷമിപ്പിക്കില്ല. എന്താ മോളെ പ്രതീക്ഷിക്കാത്ത സമയത്ത്? ബെസ്റ്റ്. സ്വന്തം വീട്ടിലൊന്ന് വരാന്ന് വെച്ചപ്പോ വന്നത് എന്തിനാന്നോ? എന്നാ പിന്നെ പോയേക്കാം. ഓ, ഒരു കുശലം ചോദിക്കാനും പറ്റില്ലെന്നായി. അച്ഛനൊരു കുശലം അങ്ങോട്ട് ചോദിച്ചപ്പോ ML ഒരു കുശലം ഇങ്ങോട്ട് പറഞ്ഞു. അത്ര തന്നെ. ഷാരി അമ്മയ്ക്ക് എവിടെച്ചാ? അകത്തുണ്ട്. മാമുരളിയേട്ടാ? അയ്യോ ML, അമ്മയെ അനിയത്തെയും കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് പോവാം. ഓ ആയിക്കോട്ടെ. എന്തത്ര തിരക്ക്? പോയിട്ട് നീ 2 ഉദ്ഘാടനം ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് പാർട്ടി സമ്മേളനം ഉണ്ട്. ഇന്നത്തെ ദിവസം ഭയങ്കര തിരക്കാ. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാ, തിരക്കോട് തിരക്ക്. അതെങ്ങനെയാ? ആർട്സ് ക്ലബ് സെക്രട്ടറി അല്ലേ സ്വാഗതം പറയണ്ട? അല്ല, അത് നമുക്ക് പാർവതി ഏൽപ്പിക്കാമല്ലോ. ഞാൻ വിളിക്കാവേ. ML ഞാൻ അങ്ങോട്ട് വിളിച്ച് നാളത്തെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനിരിക്കുമായിരുന്നു. അനിയത്തിയുടെ കാര്യം ചേച്ചി പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കണ്ട. ചേച്ചി തന്നെ ഓർമ്മിച്ചെത്തും. നാളെ ഞാൻ കൃത്യമായിട്ട് എത്തുമെന്ന് പറയാൻ വേണ്ടിട്ടാ പോകുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങിയത്. താങ്ക് യു. ആ മോളെ, നന്ദന്റെ അമ്മയെ ആ അരുന്ധതിയുടെ മകൻ ആക്ഷേപിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് സംസാരമൊന്നും ഉണ്ടായില്ലല്ലോ. അന്ന് തന്നെ പകരം ചോദിക്കണമെന്നൊക്കെ പറഞ്ഞ് നന്ദു ഇറങ്ങിയതാ. അച്ഛനും ഞാനും ഒക്കെ ആ ഋഷിയോട് ചോദിക്കാനും ഇറങ്ങി. പക്ഷേ അമ്മ സമ്മതിച്ചില്ല. ഞങ്ങളെ ശക്തമായിട്ട് തടഞ്ഞു. പിന്നെ ഞങ്ങൾ അങ്ങ് വഴങ്ങി. ആ അരുന്ധതി തന്നെ ആയിരിക്കോ ഋഷിയെ പറഞ്ഞു വെച്ചത്? ഇല്ല ശാരി, ഞാൻ അവരോട് സംസാരിച്ചതാ. അരുന്ധതി മാഡത്തിന്റെ പെരുമാറ്റം വെച്ച് നോക്കുമ്പോ ഈ സംഭവം അവരറിഞ്ഞതായി തോന്നുന്നില്ല. പിന്നെ ഇത് ആ ഋഷിയുടെ തീരുമാനം മാത്രമായിരിക്കുമോ? ആയിരിക്കാം. എന്തായാലും ശരി, ഒരു സമയത്ത് എന്നെ സ്നേഹത്തോടെ കണ്ടിരുന്നതാ ഋഷിയും അരുന്ധതി മാഡവും. ഇപ്പോ പൂർണ്ണമായിട്ടും എനിക്കെതിരാ. അതുകൊണ്ട് എനിക്കും അവരെ ഒരു ശത്രുവായിട്ടേ കാണാൻ പറ്റൂ. മോളെ, നീയും സൂക്ഷിക്കണം. പ്രഭാവതിയുടെ ആ പയ്യനുള്ള പക നിന്റെ നേർക്കും ഉണ്ടാവും. മുരളിയേട്ടൻ ചേച്ചിയോടൊപ്പം ഉള്ളത് ഞങ്ങൾക്ക് ധൈര്യം തന്നെയാ. പക്ഷേ ആ ഋഷിയെ സൂക്ഷിക്കണം. അവൻ അടുത്തൊരു നീക്കമായി വീണ്ടും വരുമെന്ന് മനസ്സ് പറയുന്നു.
എടാ നീ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാതെ ആന്റിയോട് ഞങ്ങൾ സംസാരിക്കാം. എടാ നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ആന്റി നിന്നോട് പറഞ്ഞത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. ഒരു കാര്യം ചെയ്യും, നീ 2 ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കുക. അതിനകത്ത് തന്നെ ഞങ്ങൾ ആന്റിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു തീരുമാനം ഉണ്ടാക്കാം. ഒന്നും വേണ്ടടാ, എനിക്കറിയാം അമ്മ സ്വന്തം ജീവനേക്കാളും എന്നെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി അമ്മ അമ്മയുടെ ജീവിതം തന്നെ സമർപ്പിച്ചു. ആ അമ്മ എന്നോട് ദൂരെ പോകാൻ പറഞ്ഞെങ്കിൽ അതെന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാ. CP എങ്കിലും എന്നെ ഉപദേശിച്ചു, അമ്മയുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ മാറാം. ഇവിടെ നിന്ന് എൻ്റെ ജീവിതം നശിക്കുമെന്ന് അമ്മ പേടിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ എവിടെയാണെന്നോ എങ്ങനെ കഴിയുന്നെന്നോ അമ്മ അറിയാൻ പാടില്ല. നീ എങ്ങോട്ടാ പോകുന്ന? ലക്ഷ്യമില്ലാത്തൊരു യാത്ര എന്ന് പറയില്ലേ, അങ്ങനൊരു യാത്ര. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഹിൽ സ്റ്റേഷനിലേക്കാവും പോകുന്നത്. അവിടെ ട്രെക്കിംഗ് ഒക്കെ നടത്തി മനസ്സൊന്ന് ശാന്തമാക്കണം, എന്നിട്ട് മടങ്ങി വരും. അല്ലെങ്കിൽ ദൂരെ ഏതെങ്കിലും ഗ്രാമത്തിൽ ചെന്ന് കുറേ ദിവസം ചെലവഴിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഭജന പോലെ കുറച്ച് ദിവസം കഴിച്ചു കൂട്ടും. മുൻകൂട്ടി തീരുമാനിക്കുന്നില്ല, മുൻപോട്ട് പോകുമ്പോൾ മനസ്സ് പറയുന്ന പോലെ അങ്ങ് ചെയ്യും. അപ്പോ പ്രതികാരത്തിനൊക്കെ തൽക്കാലം അവധി കൊടുക്കുകയല്ലേ? ഇപ്പൊ തോന്നുന്നു ഒന്നും വേണ്ടായിരുന്നു എന്ന്. അത് ശരി, നീ അപ്പം മുട്ടുമടക്കിയോ? ഞാൻ മുട്ടുമടക്കുന്നില്ല, അതുപോലെ നെഞ്ചു വിരിക്കുന്നുമില്ല. രമേഷേ, തൽക്കാലം ഒരു മാറി നിൽക്കൽ അത്രമാത്രമേ ഉള്ളൂ മനസ്സിൽ. വിശ്രമ ദിവസങ്ങൾക്ക് ശേഷം പ്രതികാരമാണ് മനസ്സ് പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യും. ഹാപ്പി ജേർണി. താങ്ക് യു. നീ ദിവസം വിളിക്കണം കേട്ടോ. നോക്കട്ടെ, ഇനി അഥവാ കോള് കണ്ടില്ലെന്ന് വെച്ച് പിണങ്ങരുത്. മെഡിറ്റേഷനിലൊക്കെ ആണെങ്കിൽ ഞാൻ ഫോൺ എടുക്കില്ല. എന്നാ നിങ്ങൾ വിട്ടോ. ഓക്കെടാ, പോട്ടോ. ശരിയാടാ, പോട്ടെ. ഓക്കേടാ. ഓക്കെടാ, ബൈ. ബൈഡാ. ബൈഡാ. ഓക്കെ അളിയ, കാണാം. അമ്മ ഇല്ലമ്മേ, അമ്മ പറഞ്ഞ പോലെ ഞാൻ അനുസരിക്കാം. ലവ് യു അമ്മേ. പോകാൻ എന്താ എത്ര ധൃതി? ഒന്ന് നിക്കൃഷിക്കുട്ട. നമുക്കേ കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് പോവാം. ഇയാൾ ആരോടോ? ഫ്രണ്ടാ. ആരുടെ? എന്റെ ആടാ. ഞാൻ ഒതുങ്ങി പോവാ. വെറുതെ ഇങ്ങോട്ട് വന്ന് തലവെച്ച് തരരുത്. നീ ഒതുങ്ങിപ്പോവാണെന്നോ? അത് വേണ്ട, നിന്നെ ഞങ്ങൾ ഒതുക്കിക്കോളാം. കേട്ടോ ഇവനെ, ഇവന് പോണോന്ന്. നമ്മൾ വിട്ടാലല്ലേ നീ പോവൂ. നീ അവന്റെ അമ്മ എന്തിനാ പരസ്യമായിട്ട് ആക്ഷേപിച്ചത്? അതെന്നോടല്ല, അവരോടാ പോയി ചോദിക്കേണ്ടത്. പറഞ്ഞുതരും. ഇവിടെ ഇപ്പൊ നിന്നോടാ ചോദിച്ചത്. നീ പറയും, നിന്നെ കൊണ്ട് പറയിക്കും. എന്റെ അമ്മയെ വേദനിപ്പിച്ചിട്ട് നീ അങ്ങ് രക്ഷപ്പെട്ട് കളയാന്ന് കരുതിയല്ലേ? അന്ന് തന്നെ നിന്നോട് പകരം ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. പക്ഷെ എന്റെ അമ്മ സമ്മതിച്ചില്ല. അന്ന് അമ്മ എന്റെ മുമ്പിൽ കരഞ്ഞു. ആ കണ്ണീരെന്റെ നെഞ്ചിലടാ വീണത്. അതവിടുന്ന് പോകണമെങ്കില് നീ ചെയ്തേന് നിന്നെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കണം. ഒരു കാര്യം ചെയ്, മോനിങ്ങോട്ട് ഇറങ്ങ്. എന്തടാ? നീ എന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം. എങ്ങനെ? ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്നോ? എടാ, എന്നോട് കാണിച്ചതിന് നിന്റെ അമ്മയ്ക്ക് മാപ്പ് കൊടുക്കണമെങ്കിലേ അവരെന്റെ കാല് പിടിക്കണം. എന്റെ മാത്രം കാല് പിടിച്ചാ പോരാ,
എന്റെ അമ്മയുടെ കാലും പിടിക്കണം. കാല് പിടിച്ച് കരയണം. ആ എന്റെ അമ്മ നിന്റെ കാല് പിടിക്കണം. അല്ല, നിന്നെ പലപ്പോഴും കൈവയ്ക്കാത്തത് നിനക്കെന്തോ അസുഖമാണെന്നോ പാവമാണെന്നൊക്കെ ദേവി പറഞ്ഞോണ്ടാ. എന്റെ കുടുംബത്തിൽ കയറി കളിച്ചിട്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു കരുതിയോളാ. ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കറിയില്ല. ഇതുവരെ ചെയ്തതല്ല, നിന്റെ കുടുംബ തകർത്ത് ഞാൻ അടങ്ങും. എടാ, ഷോ കാണിക്കല്ലേ? അളിയാ, പണിയായോ? ബോധം പോയതാവും. എണീക്കടാ. നീ വാ, നമുക്ക് വാ. ഇങ്ങനെ ഇട്ടിട്ട് പോയാലോ അങ്ങനെ? പണിയാണല്ലോ നന്ദ. ഋഷി, മുഖത്ത് വിളിക്കേ. ഋഷി, എണീക്കടാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ബോധം വരുമ്പോ പൊടിയും തട്ടി പൊക്കോളും. എടാ, അവന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് എടാ എന്തോ പ്രശ്നമുണ്ട്. പ്രശ്നം ഉണ്ടെങ്കിൽ അവനെ നീ ആശുപത്രി കൊണ്ടുപോകും. തൽക്കാലം ഇവിടുന്ന് മാറ്റിയാ മതി. അല്ലടാ, നീ ഒന്ന് പിടിച്ചേ. ഇവനെന്തോ ശ്വാസമുട്ടലോ പ്രശ്നമൊക്കെ ഉള്ളതാ. എങ്കിൽ ആളുകൾ വരുമ്പോ എടുക്കടാ. വാ, പിടിക്ക്. ഇവനെ നമുക്കവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. എവിടെ കൊണ്ടുപോകണമെന്ന് ഞാൻ തീരുമാനിക്കാം. അമ്മേ, അമ്മേ. എന്താ മോളെ? എന്താ മോളേന്നോ ഒക്കെ ഞാൻ പറയണോ? നാട്ടില് തല ഉയർത്തി നിക്കാൻ വയ്യ. തലയ്ക്ക് എന്ത് പറ്റി? അച്ഛതേ എന്താടി? എന്താ ഉദ്ദേശം? എന്താ കാര്യം? കൊള്ളാം, അച്ഛന് പറ്റിയ അമ്മയാ. രണ്ടുപേരും കൂടി ഇങ്ങോട്ട് ചോദിക്കുന്നോ എന്താ കാര്യമെന്ന്? ആ അരുന്ധതിയുടെ മോൻ, ആ തെമ്മാടി ചെറുക്കൻ, അവനും കൂട്ടുകാരും കൂടി അമ്മയെ പരസ്യമായിട്ട് അപമാനിച്ചില്ലേ? ഇല്ലേന്ന്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഈ വീട്ടിൽ ആരെങ്കിലും ഒരു ചെറു വിരൽ അനക്കിയോ? ഈ വീട്ടിലെ ഗ്രഹനാഥനല്ലേ അച്ഛൻ. അച്ഛനെങ്കിലും പ്രതികരിച്ചോ? നീ പ്രതികരിച്ചോ? ഇവിടെ വന്ന് നീ ബഹളം വയ്ക്കുന്നു. ഈ ഒച്ചപ്പാടൊക്കെ അരുന്ധതിയുടെ വീട്ടിൽ പോയി കാണിക്കാത്ത എന്താ? ഓ അങ്ങനെ. എന്നാ അച്ഛൻ കേട്ടോ, ഞാൻ അങ്ങോട്ട് തന്നെ പോകുന്നേ. എനിക്കറിയാം അച്ഛൻ ചോദിക്കാൻ ഇറങ്ങില്ലാന്ന്. അച്ഛൻ ഇറങ്ങണമെങ്കില് അച്ഛന്റെ മോള് ദേവികയ്ക്ക് എന്തെങ്കിലും പറ്റണം. ആ നന്ദനും കൈയും കെട്ടിയിരിക്ക. ഞാൻ പോവും അരുന്ധതിയുടെ വീട്ടിലേക്ക്.
എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അച്ഛൻ കണ്ടോ?